Hi dear students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സ്പെക്ട്രയെ കുറിച്ച് പഠിച്ചു. ട്രാൻസിഷൻ, സോർഗൽ ഡയഗ്രാം, അതുപോലെ തിയറി, ഐസോമെറിസം, നോമൻക്ലേച്ചർ, ഇങ്ങനെ ഏകദേശം ഒരു നല്ലൊരു പാർട്ട് കോർഡിനേഷൻ കെമിസ്ട്രിയായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കോംപ്ലക്സസിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. നമ്മൾ അല്ലാണ്ട് തന്നെ ഡി ഓർബിറ്റൽസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ. അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് ഇന്ന് പോകാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ കോംപ്ലക്സസ്. അതായത് നമ്മളുടെ സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിന്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് അലൈൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി അപ്ലൈഡ് ഫീൽഡ് ആണെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഒരു ഡയാമാഗ്നറ്റിക് ഇഫക്റ്റ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വരുന്നത് എന്താണ്? പെയർഡ് ഇലക്ട്രോൺസ്, ഒരു സാമ്പിളിൽ പെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഡയാമാഗ്നറ്റിക് ഇഫക്റ്റ് എപ്പോഴും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പം D6 കോൺഫിഗറേഷൻ, ലോ സ്പിൻ D6 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ പെയർഡ് ആയിരിക്കും. അതുപോലെ തന്നെ D10 കോൺഫിഗറേഷൻ, അവിടെ എല്ലാം എന്തായിരിക്കും? പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് അവിടെ എന്താ വരുന്നത്? ഡയാമാഗ്നറ്റിക് ഇഫക്റ്റ് വരാൻ കാരണം. ഇനി നമ്മൾ ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അവിടെ എന്തായിരിക്കും? കുറച്ച് പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകും അല്ലേ? അതുകൊണ്ട് തന്നെ ഏതൊരു മാറ്റർ എടുത്താലും ഈ ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി ഇഫ് എ സബ്സ്റ്റൻസ് ഹാസ് ഓൺലി പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ, അവിടെ പെയർഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളെങ്കിൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ഇഫക്റ്റ് അവിടെ ഡോമിനേറ്റ് ചെയ്യും. ആ മെറ്റീരിയലിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നായിരിക്കും ക്ലാസിഫൈ ചെയ്യുക. അതായത് നമ്മളെടുത്ത മെറ്റീരിയലിനകത്ത് എന്താണ്? എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഡയാമാഗ്നറ്റിക് ഇഫക്റ്റ് ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുക. അന്നേരം നമ്മൾ ആ സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ മെറ്റീരിയലിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ. അതെങ്ങനെയായിരിക്കും? സ്ലൈഡ്ലി റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് റിപ്പൽ ചെയ്യും. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇനി പാരാമാഗ്നറ്റിക്സ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അൺപെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ സാമ്പിളിൽ ഉണ്ടെങ്കിലാണ് എന്ത് വരുന്നത്? പാരാമാഗ്നറ്റിസം വരുന്നത്. ഇനി the spins and orbital motions of these electrons give rise to permanent molecular magnetic moment that tend to align themselves with an applied field. അതായത് നമ്മൾ പറഞ്ഞു എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. അത് നമ്മൾ എന്താണ്? ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ തന്നെ എല്ലാം എന്താണ്? ഒരു ഡയറക്ഷനിൽ തന്നെ അവരെന്ത് ചെയ്യും? അലൈൻ ചെയ്യും. Because it is much larger than the diamagnetic effect ആണ്. And paramagnetic effect cancels any repulsion between the applied field and paired electrons in the sample. നമ്മൾ പറഞ്ഞു ഒരു കോമ്പൗണ്ട് സാമ്പിളിൽ തന്നെ എന്തുണ്ടാവും? പെയർഡ് ഇലക്ട്രോൺസും ഉണ്ടാകും, അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ടാകും. പക്ഷേ ഈ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ ഇഫക്റ്റ് ആണ് എന്തിനെക്കാട്ടിൽ? ഡയാമാഗ്നറ്റിക് ഇഫക്റ്റിനെക്കാട്ടിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സാമ്പിളിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അത് പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് എന്ന് പറയാം. ബാക്കി എല്ലാ റിപ്പൾഷൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. Thus, substances having only one unpaired electron per molecule will show a net attraction to the magnetic field. അതുകൊണ്ടാണ് ഇപ്പോൾ എന്താണ്? ഒരു 10 പെയർഡ് ഇലക്ട്രോൺസും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ പോലും എന്ത് വരും? അവർ തമ്മിൽ എന്തായിരിക്കും? അവർക്ക് ആ ഒരു റിപ്പൾഷനെ ഓവർകം ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിനോട് അട്രാക്ഷൻ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ അലൈൻ ചെയ്യാൻ പറ്റും. ഒരു നെറ്റ് അട്രാക്ഷൻ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ പറ്റും ഒരു അൺപെയർഡ് ഇലക്ട്രോണെ ഉള്ളെങ്കിലും. കാരണം എന്താണ്? ഈ പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് എപ്പോഴേ കാണിക്കത്തുള്ളൂ? ഒരു എക്സ്റ്റേണൽ ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് ഒബ്സർവ് ആവത്തുള്ളൂ. പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് എപ്പോഴേ കാണത്തുള്ളൂ? നമ്മളൊരു മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ ഒരു എഫക്റ്റ് നമുക്ക് ആ മെറ്റീരിയലിൽ കാണാൻ കഴിയത്തുള്ളൂ. When the field is removed, individual molecular moments are randomized by thermal motion and bulk sample has no overall moment. അതായത് നമ്മൾ ഈ ഫീൽഡ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ഇവര് നമ്മൾ പറഞ്ഞ നേരത്തെ എന്താണ്? ഇങ്ങനെ അലൈൻ ചെയ്ത് ആ എല്ലാ അൺപെയർഡ് ഇലക്ട്രോൺസും ഒരേപോലെ ഇങ്ങനെ അലൈൻ ചെയ്തത് കൊണ്ടാണ് അവിടെ ഒരു മൊമെന്റ് വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഫീൽഡ് മാറ്റി കഴിയുമ്പോൾ വീണ്ടും അവരെന്താവും? ഇങ്ങനെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എന്താണ്? ഓവറോൾ മൊമെന്റ് അവിടെ നോ എഫക്റ്റ് ആയിരിക്കും. When a field is present, there is a competition between the thermal tendency towards randomness and the field's capacity to force alignment. Consequently, paramagnetic effect decreases in magnitude as temperature is increased.
നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ എപ്പോഴും റാൻഡംനെസ് കൂടാണ് അല്ലേ. അപ്പം നമ്മളൊരു ഫീൽഡ് കൊണ്ട് വെക്കുമ്പോഴാണെങ്കിലും ഇത് നമ്മളൊരു കോമ്പറ്റീഷൻ ആണ്. ഈ റാൻഡംനെസ്സും അതുപോലെ തന്നെ അലൈൻമെന്റ്, ഫോഴ്സ് അലൈൻമെന്റും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്താണ്, മോളിക്യുലർ വൈബ്രേഷൻസ് കൂടും അല്ലെങ്കിൽ സ്പീഡ് കൂടും. ഈ സ്പീഡ് കൂടുന്നതിന്റെ ഫലമായിട്ട് റാൻഡംനെസ് കൂടും. അതുപോലെ തന്നെ എന്തായിരിക്കും, അവിടെ പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ പാരാമാഗ്നറ്റിക് ഇഫക്റ്റ് എന്ത് ചെയ്യും, കുറയും. ഇനി നമ്മൾ പറഞ്ഞു പാരാമാഗ്നറ്റിക് മൊമെന്റ് എന്താണ്, സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ വഴിയാണ്, അതായത് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ സ്പിൻ മോഷനും ഓർബിറ്റൽ മോഷൻസും കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, പാരാമാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് സ്പിൻ കോൺട്രിബ്യൂഷൻ, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. There are 3 possible modes of coupling between these components. നമുക്കറിയാം സ്പിൻ ഉണ്ട്, ഓർബിറ്റലും ഉണ്ട് അല്ലേ. അന്നെങ്കിൽ 3 തരത്തിലുള്ള കപ്ലിംഗ് ഉണ്ട്. ഒന്ന് സ്പിൻ കപ്ലിംഗ് ഉണ്ട്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഉണ്ട്, ഓർബിറ്റ് ഓർബിറ്റ് കപ്ലിംഗ് ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള കപ്ലിംഗ് കമ്പോണൻസ് ഇവിടെയുണ്ട്. ചില കോംപ്ലക്സസിന് മെയിൻ ആയിട്ട് ലാന്തനൈഡ്സിന്റെ കേസിൽ നമ്മൾ ഈ 3 കപ്ലിംഗും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതായത് ലാന്തനൈഡ്സിന്റെ കേസൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ 3 കപ്ലിങ്ങിനും എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അപ്പോൾ തിയററ്റിക് മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും, mu is equal to g into root of j into j plus 1. root of j into j plus 1 ആണ്. ഇവിടെ j എന്ന് പറയുന്നതാണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. g ആണ് ലാൻഡെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ ഓഫ് ദി ഇലക്ട്രോൺ. ആ g കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, 1 plus j into j plus 1 plus s into s plus 1 minus l into l plus 1 divided by 2j into j plus 1. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. The value of j depends on the total orbital angular momentum quantum number L and this total spin quantum number. അതായത് എസിനെയും എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് ജെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ജെയുടെ വാല്യൂ എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടോട്ടൽ ആംഗുലാർ മൊമെന്റ് ആണ് എന്ത്, ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം നമുക്കൊരു ഞാൻ ടേംസ് സിമ്പൽ പഠിച്ചപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ജെ കാണുന്നത്, എങ്ങനെയാണ് എസ് കാണുന്നത്, എങ്ങനെയാണ് എൽ കാണുന്നത് ഒക്കെ. അതെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, കോംപ്ലക്സിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് തിയററ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഇനി സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വളരെ എന്താണ് നെഗ്ലിജിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു എന്താണ് ടേം നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അതായത് ജെ എന്ന ടേം നമുക്ക് അവിടെ നെഗ്ലക്ട് ചെയ്യാം. ആ സമയത്തുള്ള എക്സ്പ്രഷൻ ആണ് എന്ത്, mu is equal to 4s into s plus 1 plus l into l plus 1 raised to 1/2. അതായത് root of 4s into s plus 1 plus l into l plus 1 എന്ന ഇക്വേഷൻ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇല്ലാത്ത എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചു. അപ്പം ചില കേസിലൊക്കെ എന്താണ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നെഗ്ലിജിബിൾ ആയിരിക്കും. അന്നേരമുള്ള നമ്മളുടെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ട ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. ഇവിടെ when L is effectively 0 ആണെങ്കിൽ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും, ക്വഞ്ച് ചെയ്യുന്ന പറയും. നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ക്വഞ്ച് ചെയ്യുമെന്ന് പറയും. ആ സമയത്ത് എന്താണ് എല്ലിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അന്നേരം നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, ഈ എസ് എന്ന ഫാക്ടർ മാത്രം നോക്കിയാൽ മതി. The general situation in complex having A or E ground states, അതായത് എയോ അല്ലെങ്കിൽ ഇയോ ഗ്രൗണ്ട് സ്റ്റേറ്റോ ഉള്ള കേസിലാണ് മെയിൻ ആയിട്ട് എന്ത് വരുന്നത്, ഈ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ക്വഞ്ച് ചെയ്യുന്നത്. അതായത് D3, D4, D5 ഹൈ സ്പിൻ, D6 ലോ സ്പിൻ, D7 ലോ സ്പിൻ ആൻഡ് D8 കേസസിലൊക്കെ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും ഈ എല്ലിന്റെ ഇഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ എസ് മാത്രം നോക്കിയാൽ മതി. ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ് നോക്കിയാലും എന്താണ് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടി ആണെങ്കിൽ പോലും ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ജനറൽ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പം ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിനും ഇനി ബാക്കി നോക്കുവാണ് മറ്റേതൊരു കോംപ്ലക്സ് നോക്കുവാണെങ്കിൽ എന്താണ് എയോ ഇയോ എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് വരുന്നതുമായിട്ടുള്ള ടേം സിമ്പിൾസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസിന് എന്തായിരിക്കും നമ്മളുടെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇല്ലാതുള്ള മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ പറ്റും. അപ്പൊ L 0 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, mu is equal to root of 4s into s plus 1 വരും. അതായത് 2 into root of s into s plus 1 വരും. ഇതിൽ നിന്ന് നമുക്ക് s എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് n/2 ആണ്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് into 1/2 ആണ് അല്ലേ. അപ്പം n/2 എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, mu is equal to root of n into n plus 2 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. അതാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് എന്ന് നമ്മൾ പറയുന്നത്.
ഇത് വെച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് കാണുന്നത്, ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി മെഷർമെന്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഗോയ് മെത്തേഡ്, ഫാരഡേ മെത്തേഡ്. നിങ്ങൾ ഇതിന്റെ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അത് ഏത് മെത്തേഡ്സ് ആണെന്ന് ചോദിക്കത്തുള്ളൂ. ഇപ്പം തന്നിട്ട് ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് മൊമെന്റിനെ മെഷർ ചെയ്യാന്ന് ചോദിക്കാം. അപ്പം ഈ രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഏകദേശം ഒരേ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ എ സാമ്പിൾ ബൈ ആൻ ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും. പിന്നെ എന്താണ്, അതിന്റെ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ട്. അതായത് പ്രസൻസ് ഓഫ് ദി ഫീൽഡും ആബ്സെൻസ് ഓഫ് ദി ഫീൽഡിലുള്ള ഈ വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഉള്ള കാൽക്കുലേഷൻ ആണ് എന്താ, ഗോയ് മെത്തേഡും ഫാരഡേ മെത്തേഡ്. അപ്പൊ ഇത് രണ്ടുമാണ് മെത്തേഡ് മെഷർമെന്റ്, ഇത് മാഗ്നറ്റിക് മൊമെന്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഗോയ് മെത്തേഡും ഫാരഡേ മെത്തേഡും. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ രാമലിംഗത്തിനകത്തുണ്ട്, ഹ്യൂഹിക്കകത്തുണ്ട്, വായിച്ചു നോക്കാം. ഇനി ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഏതൊക്കെ ടൈപ്സ് ആണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉള്ളത്? നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ മെറ്റീരിയൽസ് എങ്ങനെ എന്നാണ് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് മെയിൻ ആയിട്ട് വരെ 5 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് ആന്റി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് അവർ അലൈൻമെന്റ്. അതായത് ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ എന്താണ്, എല്ലാവരും പെയർഡ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് റാൻഡം ആയിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും, ഇവര് ഒരു ഫീൽഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവര് പെട്ടെന്ന് അലൈൻ ചെയ്യും. ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാമോ, ഫെറോ ആണെങ്കിൽ എപ്പോഴും എന്താണ്, പാരലൽ അറേഞ്ച്മെന്റ് ആയിരിക്കും. അവർക്കൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകും. അതായത് ഇവർക്ക് ലാർജ് പെർമനന്റ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. വിത്തൗട്ട് ദ ഫീൽഡ് പോലും, ഒരു അപ്ലൈഡ് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും ഇവർക്ക് എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. ഇവർക്ക് എന്താണ്, ആന്റി ഫെറോ കേസ് വരുമ്പോൾ എന്താണ്, ആറ്റംസ് ഹാവ് മിക്സ്ഡ് പാരലൽ ആൻഡ് ആന്റി പാരലൽ അലൈൻമെന്റ് ആയിരിക്കും. എന്താണ്, ഓക്സൈഡ്സും സോൾട്സ് ഓഫ് ട്രാൻസിസ്റ്റീവ് മെറ്റൽസും ഒക്കെ ആയിരിക്കും ഈ ആന്റി ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്നത്. ഫെറി ആവുമ്പോൾ എന്താണ്, ആറ്റംസ് ഹാവ് ആന്റി പാരലൽ അലൈൻഡ് മാഗ്നറ്റിക് മൊമെന്റ്സ് ആയിരിക്കും. അതായത് ലാർജ് മാഗ്നറ്റൈസേഷൻ ഈവൻ വിത്തൗട്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്താണ്, ഫെറി മാഗ്നറ്റിക്. ഇവിടെ ഫെറോ അല്ല, ഇവിടെ ഫെറിയുടെ കേസാണ് പറയുന്നത്. എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ് എന്ത് ചെയ്യും, ഇവര് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസ് പോലും എന്ത് ചെയ്യും, ഇവര് മാഗ്നറ്റിസം കാണിക്കും. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എങ്ങനെയാണെന്ന് മനസ്സിലായിരിക്കും. ഫിസിക്സ് ഒരു ടോപ്പിക്കാണ്, എന്നാലും വായിച്ചിരിക്കുന്ന നല്ലതാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീവിയേഷൻ എന്നൊക്കെ. ഇതാണ് എൻ്റെ ഡയഗ്രാം. മെയിനായിട്ട് ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഈ ഡയഗ്രാം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ടേബിൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് ഈ പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യാൻ പറ്റും. താങ്ക് യു.